കെ കെ രമ കൂടി ചേരുന്നുണ്ട് തത്സമയം. കെ കെ രമ, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ വന്നിരിക്കുന്നൊരു വാർത്ത, നമ്മൾ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് വേണ്ടിയിട്ടൊരു അസാധാരണ നീക്കം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ജയിൽ മേധാവിയാണ് ജയിൽ സൂപ്രണ്ടുമാർക്ക് കത്തയച്ചിരിക്കുന്നത്. പ്രതികളെ വിടുതൽ ചെയ്താൽ, അങ്ങനെയാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. ഇതൊരു അസാധാരണമായ കത്തല്ലേ? എന്താണ് തോന്നുന്നത് ശ്രീമതി കെ കെ രമ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുണ്. തീർച്ചയായിട്ടും ഇത് അസാധാരണമായതാണ്. വളരെ നിഗൂഢമായിട്ടാണ് എനിക്കതിനെ തോന്നുന്നത്. അങ്ങനെ ഒരു കത്തിന്റെ ആവശ്യം എന്താണിപ്പോ? അത് മാത്രമല്ല, ജയിൽ സൂപ്രണ്ടുമാർക്ക് കത്തയക്കേണ്ട ആവശ്യമില്ലല്ലോ. സുരക്ഷാ പ്രശ്നങ്ങൾ അന്വേഷിക്കേണ്ടത് ജയിൽ സൂപ്രണ്ടുമാരല്ലല്ലോ. അത് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളും പോലീസ് വകുപ്പും മേധാവിക്കുമാണല്ലോ അയക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊരു നീക്കം നടത്തിയതിന് വളരെ നിഗൂഢമായ ഒരു കാര്യമായിട്ടാണ് എനിക്കതിനെ തോന്നുന്നത്. അതിൽ ഇനിയിപ്പം ജയിൽ സൂപ്രണ്ടുമാരല്ല, ഗവൺമെന്റ് പോലും വിടുതൽ കൊടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, വിടുതൽ എന്നത് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ പരോളോ ഏത് തരത്തിൽ വിട്ടയക്കാൻ വേണ്ടി തീരുമാനിച്ചാലും അങ്ങനെ ഒരു തീരുമാനം നടപ്പാക്കാൻ കഴിയുന്നതല്ല. ഇനി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അടുത്ത് പോയെങ്കിൽ മാത്രമേ അത്തരത്തിലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി പ്രകാരം 20 വർഷത്തേക്ക് ഒരു തരത്തിലുള്ള റെമിഷൻസും പാടില്ല എന്നുള്ളത് വളരെ കൃത്യമായി വിധിയിലുള്ളതാണ്. അപ്പൊ അതിനെ മറികടന്നുകൊണ്ട് സർക്കാരിനൊന്നും മറ്റൊരു കാര്യവും ഇനി ചെയ്യാൻ സാധിക്കില്ല. ഇതില് മറ്റൊരു കാര്യമേ എനിക്ക് തോന്നുന്നുള്ളൂ. ഒന്ന്, ഈ പ്രതികളോടൊപ്പം സർക്കാർ ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. അതിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ബാധ്യത ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും ഈ പ്രതികളെ ഓർമ്മപ്പെടുത്തുക, അവർക്കൊരു ധൈര്യം കൊടുക്കുക, അവരോടൊപ്പം ഉണ്ട് എന്ന് ഉള്ള കാര്യം അവരെ വിശ്വസിപ്പിക്കുക എന്നത് മാത്രമായിരിക്കും ഇതിനകം പിന്നിലുള്ളത്. ഇതിന് ഫലപ്രാപ്തി ഉണ്ടാവില്ലെന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെ ഒരു കത്തയക്കുന്നത് ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്നൊരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയാണ്, അല്ലേ? എനിക്കതങ്ങനെ തോന്നുന്നു. അല്ലാതെ ഇപ്പൊ അങ്ങനെ ഒരു കത്തിന്റെ ആവശ്യമില്ല. ജയിൽ മേധാവികൾക്ക് ഇപ്പൊ അങ്ങനെ ഒരു കത്ത് അയക്കേണ്ടതില്ല. അപ്പൊ അതൊക്കെ വളരെ വിചിത്രമാണല്ലോ. ആ വിചിത്രമായ അത്തരത്തിലൊരു നീക്കം നടത്തണമെങ്കിൽ ഇപ്പം 6 മാസ കാലാവധി മാത്രമുള്ള ഒരു സർക്കാർ ഞങ്ങൾക്കൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള തോന്നൽ അവർക്ക് ഇല്ലാതിരിക്കാൻ ഞങ്ങൾ എപ്പോഴും ഇത് നിങ്ങൾക്ക് സഹായമായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പറയരുത്, നിങ്ങൾക്കറിയാവുന്ന ഒന്നും ഇതിന്റെ പേരിൽ നിങ്ങൾ തുറന്നു പറയരുത്. അവസാന നിമിഷവും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചില്ലേ, പക്ഷേ നിർഭാഗ്യം കോടതി വിധി നിങ്ങൾക്കെതിരാണ് എന്ന ഒരു പ്രതീതി ജനിപ്പിക്കുക, ഒരു സഹതാപം ഉണ്ടാക്കുക എന്നത് മാത്രമായിരിക്കും ഒരുപക്ഷെ ലക്ഷ്യം. അല്ലെങ്കിൽ ഇങ്ങനെ സൂപ്രണ്ടുമാർക്ക് ഒരു കത്തയക്കണ്ടല്ലോ, അല്ലേ? അതായത് പുറത്തു വരേണ്ട ചില സത്യങ്ങളുണ്ട്, അത് വരാതിരിക്കാനുള്ള ഒരു നീക്കം. അതെ, അത് അവസാന നിമിഷം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ഇത് അവർക്ക് വിശ്വസിപ്പിക്കുക, അവരെ ബോധ്യം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് 45 ദിവസത്തെ സുഖചികിത്സയ്ക്ക് ടി കെ രജീഷിനെ കണ്ണൂർ ആയുർവേദ ആശുപത്രി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവിടുത്തെ ജയിൽ സൂപ്രണ്ട് വേണു എന്ന് പറയുന്ന അദ്ദേഹം അതിന് മുന്നിലുള്ള ആളുകളെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ രജീഷിനെ ഇപ്പൊ സുഖചികിത്സയ്ക്ക് വിട്ടത്. ഇതൊക്കെ ഇങ്ങനെ നിർബാധം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. സുഖചികിത്സയായാലും സുഖപരങ്ങളായാലും എല്ലാ കള്ളു കുടിക്കാനായാലും ഭക്ഷണം കഴിക്കാനായാലും ഒക്കെ എല്ലാ സൗകര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നിനൊരു തടസ്സവും ഇല്ലല്ലോ. ഇവര് ജയിലിലാണ് എന്നുള്ളത് പോലും അവർക്കറിയില്ല. അപ്പൊ ആ തരത്തിലേക്ക് അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ഇതൊന്നും ഇരുന്നോട്ടെ, ഞങ്ങൾക്ക് നിങ്ങളെ വിട്ടയക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് എല്ലാവരോടും വിവരങ്ങൾ തിരക്കി ഒന്നും കൂടി എന്ന് അവരെ ഒരു ബോധ്യപ്പെടുത്താലോ, അവർക്ക് അവരിലുള്ള ആത്മവിശ്വാസം ഒന്നും കൂടി ശക്തിപ്പെടുത്താലോ, അത് തന്നെ ഇതിനകത്തുള്ളൂ. ഓക്കെ, താങ്ക് യു രമ. താങ്ക് യു. ശ്രീമതി കെ കെ രമയാണ് നമുക്കൊപ്പം ചേർന്നത്. ശ്രീമതി കെ കെ രമ പറയുന്നത് പോലെ ഇങ്ങനെ എന്തായാലും ജയിൽ സൂപ്രണ്ടുമാർക്ക് അതിന് മറുപടി കൊടുക്കാൻ കഴിയില്ല. 1. 2, അങ്ങനെ മറുപടി കൊടുത്തിട്ടും കാര്യമില്ല. സുപ്രീം കോടതിയുടെ ഉത്തരവ് കിടക്കുകയാണ്. അടുത്ത 20 വർഷത്തേക്ക് ഒരു ഇളവും ഇവർക്ക് അനുവദിക്കരുത്. ഈ പറയുന്ന മെഡിക്കൽ പരിശോധനയൊക്കെ ആവാം, അതിനുവേണ്ടി ആയുർവേദ സുഖചികിത്സയ്ക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ആർക്കൊപ്പമാണ് എന്നുള്ളതാണ് ചോദ്യം. ജയിൽ DGPയോടുള്ള ചോദ്യവും അതാണ്. ഇങ്ങനെ കൊടുക്കുന്ന മെസ്സേജ് കൊണ്ട് എന്താണ് ഈ സർക്കാരിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയൊക്കെ പ്രതിച്ഛായയില്ലേ മോശമാവുക? കൊലക്കേസ് പ്രതികളാണ്, അതും TP കൊലക്കേസ് പ്രതികൾക്ക് പല ഇളവുകൾ ചെയ്തു കൊടുക്കുന്നു. ചില 2 വാട്ടീസ് അടിക്കാനുള്ള സമയമൊക്കെ കൊടുക്കുകയാണ്. ജയിലിൽ നിന്ന് കൊണ്ടുപോകുന്ന വഴിക്ക് കോടതിയെ ഹാജരാക്കുന്ന സമയത്ത് അവരൊരു ഉല്ലാസയാത്ര പോകുന്ന പോലെയാണ് പലപ്പോഴും ഇവർ ജയിലിൽ നിന്ന് കോടതിയിലേക്ക് പോകുന്നത്, കോടതിയിൽ നിന്ന് ജയിലിലേക്ക് വരുന്നത്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്?